ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇനി നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്ന് നിങ്ങൾ കാണണ്ടേ, അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വീഡിയോ ഇതിൻ്റെ ബാക്കിയും കൂടി നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ആ ലൈക്കിൻ്റെ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങളും കൂടി കണ്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. അതുപോലെ ക്രിസ്റ്റൻ്റെ 2 കളർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്നുണ്ടാവില്ലേ, അത് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പുതുതായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ ചെയ്ത് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ഈ എയർബോ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ തരുന്നത്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു 200 രൂപയുടെ ഗിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു 150 രൂപയുടെ ഗിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ 6 ഗിറ്റും കൂടി ബാലൻസ് ഉണ്ടെന്ന്. അതിൽ ഇനിയിപ്പോൾ 3 ഗിറ്റ് എങ്ങാനേ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ അത് വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഗിയർ വയറിൽ ആദ്യം വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്ത്, എന്നതിന് ശേഷം 2 സൈഡിലായിട്ട് ബ്ലൂ ക്രിസ്റ്റലിൻ്റെ ബീഡ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ വൈറ്റ് ബീഡ് ഇട്ടിട്ട് വലത് സൈഡിലുള്ള ഗിയർ വയർ അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് 2 വയറും കൂടി പിടിച്ചിട്ട് നമ്മളത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടി അല്ലേ. അപ്പം നിങ്ങൾ ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോറി ഇന്നലെ ഞാൻ റേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോക്ക് ലാസ്റ്റ് റേറ്റ് പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു അല്ലേ. മിനിമം നിങ്ങൾക്കതൊരു 45-50 രൂപക്ക് നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ കഴിയും കേട്ടോ. ആ ഒരു ഹെയർബോ, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. നൈലോണ്ട് ബണ്ണ് വെച്ചിട്ട് ചെയ്ത് അതിൽ ഡിസൈൻ ചെയ്തെടുത്തതാണ് നമ്മൾ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് തോന്നുന്നില്ല, കാരണം അത് കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ 45 രൂപ മിനിമം നിങ്ങൾക്ക് 45 രൂപക്ക് അത് സെയിൽ ചെയ്യാൻ കഴിയുമെന്നാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ ലാസ്റ്റിലോട്ട് പറഞ്ഞു തരാം. മറക്കോ ഇല്ലേന്ന് അറിയില്ല കേട്ടോ. വീഡിയോക്ക് വോയിസ് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം മറന്നു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല അതെങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ കഴിയും കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കുഞ്ഞു മക്കളുണ്ടെങ്കിൽ എന്താ പറയുക, 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4ലുള്ള മക്കളായാലും അവർക്കിത് കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ചെയ്തോളൂ കേട്ടോ. അത്രയും സിമ്പിളായിട്ടുള്ള വർക്കുകളാണ്. ഓക്കെ, അപ്പോൾ ആർക്കും ചെയ്തെടുക്കാൻ കഴിയും. ഒരു കഴിവും ഇല്ല വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ നമുക്കും എന്തെങ്കിലുമൊക്കെ അറിയും, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണം, ആരെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഒരു വർക്കിലോട്ട് ഇറങ്ങുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും നമ്മളുടെ രീതിക്ക് തന്നെ ഇൻട്രസ്റ്റിൽ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മളുടെ മനസ്സിന് സന്തോഷത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്താലും നമുക്കിതൊരു ഭാരമാണെന്ന് വിചാരിച്ച് ഒരിക്കലും ചെയ്യരുത്. നമുക്ക് എന്താ പറയുക, എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു വർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കുക, എനിക്കിഷ്ടമാണ് ഇത് ചെയ്യാൻ, എന്നെക്കൊണ്ടിത് കഴിയില്ല എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. എന്നെക്കൊണ്ടും കഴിയും, ഞാനിതുപോലെ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വെറുതെ നമ്മൾ വീട്ടിലിരുന്ന് നമ്മളുടെ ജോലി കാര്യങ്ങൾ പ്രെയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ടൈം മതിയടോ ഇതിനെല്ലാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ഭാഗം സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം ഇതെല്ലാം കോർത്ത് കഴിയുമ്പോഴത്തിന് നമുക്ക് ഇത്തിരി ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ പറഞ്ഞ് ഞാനും ബോറടിക്കും, കേൾക്കുന്ന നിങ്ങൾക്കും ബോറായിരിക്കും. അതൊന്നുമില്ലാതിരിക്കാനാണ് നമ്മൾ സ്പീഡാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സാധാരണ നമുക്ക് ഇന്ന് ലൈവിൻ്റെ ദിവസമാണ്, നമ്മളുടെ നറുക്കെടുപ്പിൻ്റെ ദിവസമാണ്. പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് പറയാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാ നാളെ വേറെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ഞാൻ നാളെ കൃത്യം 2:30 മണിക്ക് ലൈവിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഈ ഒരു വീഡിയോ വരെയാണ് ഈ ഒരാഴ്ചയിലെ 5ാമത്തെ ആഴ്ചയിലെ വിന്നറെ നമ്മൾ നാളെയാണ് സെലക്ട് ആക്കുന്നത്. അപ്പോൾ 20 കമൻറ്റാണ് നമ്മൾ, അത് ചില ആളുകൾ തന്നെ എഴുതിയ ആളുകളുണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എഴുതിയ ആളുകളായാലും ആരായാലും ഒരു വട്ടമാണ് നമ്മൾ അവരുടെ പേര് എഴുതുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഇടുന്നത് എന്താണ്, നമ്മളുടെ സ്റ്റാറാണ് കേട്ടോ. ഈ സ്റ്റാറിൻ്റെ വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക.
നമ്മൾ അത് ലോക്ക് ചെയ്തല്ലോ, നമ്മൾ ക്രിസ്റ്റൻ്റെ വീട് അതുപോലെയാണ് കേട്ടോ. ആദ്യം ഇടത് സൈഡിലുള്ള ഗിയർ വയർ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്ത്, എന്നിട്ട് വലത് സൈഡിലുള്ള ഗിയർ വയർ ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക് ചെയ്ത് കൊടുത്ത്. വളരെ സിമ്പിളായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കാണാം. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ പരമാവധി ടൈറ്റായി തന്നെ ചെയ്യുക കേട്ടോ. നല്ല രീതിക്ക് ടൈറ്റാക്കി തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് അതിൻ്റെ ഒരു ഫൈനലിലോട്ട് കടക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ലൈവിൻ്റെ ദിവസമാണ് ഇന്ന്. പക്ഷേ ഞാൻ നിങ്ങളോട് ഇന്നലെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ 2:30 മണിക്ക് നമ്മൾ ലൈവിൽ വരും ഇൻഷാ അല്ലാ. അപ്പോൾ 20 ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ആ 20 ആളുകളെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 2 പേര്, എല്ലാ പ്രാവശ്യവും 10 ആളുകളെ സെലക്ട് ചെയ്യും, ഒരു പേര് നറുക്കെടുക്കും. അതാണല്ലോ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ ആഴ്ചത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 20 ആളുകളെ നമ്മൾ എന്താ പറയുക നോട്ട് ചെയ്യും, അതിൽ നിന്ന് 2 പേരെ നമ്മൾ വിന്നറായി സെലക്ട് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അവർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 150 രൂപയുടെ മെറ്റീരിയലാണ്. അത് ഇനി ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. ഇല്ല ഹെയർ ബാൻഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം കൊടുക്കും. ബണ്ണ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ബണ്ണ് മാത്രം കൊടുക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രം. ഈ ഒരു വീഡിയോക്ക് താഴെയായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പരമാവധി നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക. കാരണം കൂടുതലും അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തട്ടെ എന്നാണ് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ആഴ്ചയിലും 4 ആഴ്ച നമ്മൾ കഴിഞ്ഞ് 4 ആഴ്ചയിലെ വിന്നേഴ്സിനും നമ്മൾ എന്താ പറയുക മെറ്റീരിയൽസ് ആയിട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാ. ഇതുവരെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും എനിക്ക് കഴിയുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് കേട്ടോ. എപ്പോഴും നമ്മളുടെ പ്രതീക്ഷ നമ്മൾ കൈവിടാതെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കൂട്ടി വെച്ചിട്ടൊന്നും ഒരാൾക്കും കൊടുക്കലുണ്ടാവില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എങ്ങനെയാണോ ചിലവഴിക്കുന്നത് അതിൽ നിന്ന് എടുത്തിട്ട് ഒരു ഭാഗം മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. അവർക്ക് നമ്മളെ കൊണ്ട് ഒരു 10 രൂപ ഉണ്ടാക്കാൻ കഴിയുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ പറയുക നിരന്തരമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു ഇതുപോലെ നിങ്ങൾ പോസ്റ്റ് ചാർജ് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെറ്റീരിയൽസ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ അതും എനിക്ക് അയച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. കാരണം അത് വിചാരിച്ച് എല്ലാവരും എന്നോട് എന്താ പറയുക ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് വേണമെന്ന് ഒരിക്കലും ചോദിക്കരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഓപ്ഷന് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം എല്ലാ ആഴ്ചയിലും നറുക്കെടുക്കുക, അതിൽ നിന്ന് വിന്നറായി സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഗിവ് നമ്മൾ 150 രൂപയുടെ മെറ്റീരിയൽസാണ് കൊടുക്കുന്നത്. 2 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല 300 രൂപയുടെ മെറ്റീരിയൽസ് ആയിട്ടുണ്ടാവും അല്ലേ 2 പേർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിൽ വിന്നറായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം പരമാവധി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ ലൈവിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ലൈവ് നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ആർക്കെങ്കിലും അത് ഉപകാരമാകുകയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയും കൂടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് എന്താണോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. കാരണം എനിക്കിത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ കൊടുക്കണ്ടേ. ചില ആളുകളൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ച് അവർക്ക് കൊടുക്കാറുമുണ്ട്. പക്ഷേ നമ്മൾ അപ്പോൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് ഒരു ഇതാണ് കേട്ടോ, മറ്റുള്ള ആളും അങ്ങനെ ചോദിച്ചില്ലേ എന്നുള്ളത്. അപ്പോൾ അതിനാണ് ഞാനിങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വീഡിയോക്ക് താഴെ നല്ല രീതിക്ക് കമൻറ്റ് ചെയ്യുക. ആ ഒരു കമൻറ്റ് മാത്രമല്ല, ചില ആളുകൾ വീഡിയോ ഇട്ട പാടനെ കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് കമൻറ്റ് മാത്രമല്ല നിങ്ങൾ ലൈക്കും കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ആഴ്ചയിലെ 6ാമത്തെ ആഴ്ചയിലോട്ടുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാ അല്ലാ നാളത്തെ ലൈവ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു 5ാമത്തെ ആഴ്ചയിലെ ഈ ഒരു വീഡിയോ കൂടി ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ പരമാവധി നിങ്ങളെല്ലാവരും ആ ഒരു സമയം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ അവർക്ക് നമ്മൾ എല്ലാ പ്രാവശ്യത്തിലും 4 ആഴ്ചയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് രാത്രി 9 മണി വരെ ആയിരുന്നു. ഒത്തിരി സമയം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇനി മുതൽ ആ ഒരു സമയം ഉണ്ടാവില്ല എന്നതാണ് കേട്ടോ. കാരണം എനിക്ക് വേറെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ രാത്രി അതിൻ്റേതായിട്ടുള്ള നോട്ടിങ്ങും കാര്യങ്ങളും എനിക്ക് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാത്രി 9 മണിക്ക് ഉള്ള ടൈമുണ്ടല്ലോ അത് ഇനി നമ്മളുടെ ഒരു മുമ്പിലില്ല. നമ്മൾ 2:30 മണിക്കാണ് ലൈവ് വരിക. ആ ഒരു 2:30 മണി കഴിഞ്ഞ് നമ്മൾ നറുക്കെടുത്ത് കഴിഞ്ഞാൽ 6 മണി വരെ നിങ്ങൾക്ക് ടൈം വരും.
പകൽ 6 മണി വരെ നിങ്ങൾക്ക് ടൈം വരും. ഇപ്പോൾ ഇന്നാണ് ഏകദേശം നറുക്കെടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ ഞാൻ നറുക്കെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മുടെ ആ 2:30 മണി തന്നെയാണ്. 2:30 മണിക്ക് ഞാൻ ലൈവിൽ വരും. 3 മണിക്കായിരിക്കും നറുക്കെടുപ്പ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. എല്ലാം കൊണ്ടും അർഹതപ്പെട്ട വ്യക്തിയിലോട്ട് തന്നെ അത് എത്തട്ടെ എന്നും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ നടക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വർക്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വർക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാത്തത്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വർക്കിൽ ശ്രദ്ധിക്കുക, സംസാരത്തിൽ ശ്രദ്ധിക്കുക, രണ്ടും പകുതി പകുതിയായിട്ട് മൈൻഡോട് കൂടിയിട്ട് ഉൾക്കൊള്ളുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കില്ല. അപ്പോൾ ഈ ഒരു ആഴ്ചയിലെ റൂൾസ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. നമ്മൾ വൈകിട്ട് 6 മണി വരെ നിങ്ങളെ കാത്തിരിക്കും. ഇല്ല എങ്കിൽ അടുത്ത ആൾക്ക് അവസരം കൊടുക്കും. നമ്മൾ വീണ്ടും നറുക്കെടുക്കും കേട്ടോ. 6 മണി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്, അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് ആ ഒരു വ്യക്തി നമ്മളിലോട്ട് എത്തിയില്ല എങ്കിൽ, 6 മണി കഴിഞ്ഞതിന് ശേഷം എത്തില്ല എങ്കിൽ പിന്നെ അവർക്ക് ഒരിക്കലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ബാക്കിയുള്ള ആളുകളെ ആ ഒരു നോട്ട് ചെയ്ത് വെച്ചതിൽ ബാക്കിയുള്ള ആളുകളെ നമ്മൾ വീണ്ടും നറുക്കെടുത്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന വ്യക്തിക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ഒരു കാര്യവും ഉണ്ടാവില്ല കേട്ടോ. അത് മുൻകൂട്ടി ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വിന്നറായി സെലക്ട് ആക്കിയ ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ 60 രൂപ നമ്മളുടെ നമ്പറിലോട്ട് ഗൂഗിൾ പേ ചെയ്യുക. ഗൂഗിൾ പേ നമ്പറൊക്കെ ഞാൻ തരുന്നുണ്ട്. അതിലോട്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ പെട്ടെന്ന് തരിക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നാളത്തെ ലൈവ് നിങ്ങൾ ആരും മറക്കണ്ട. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ലാസ്റ്റ് ഒരു ഫൈനലിലോട്ട് എത്തിയപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗം കൂടി നമ്മൾ കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ഫിഷിൻ്റെ കുളത്തുണ്ടല്ലോ, ഫിഷ് കുളത്തുണ്ടല്ലോ, അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ചുറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഇത്തിരി ബ്ലറായിട്ടുണ്ട്, സോറി. എന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ പീസ് ഗിയർ വയർ എടുത്ത്, കാരണം ഒരു സൈഡാണല്ലോ നമ്മൾ ജോയിൻ്റ് ആക്കിയിട്ടുള്ളത്, മറ്റേ സൈഡ് നമ്മൾ പ്ലെയിൻ ആയിട്ട് കിടക്കല്ലേ. അപ്പോൾ ആ ഒരു ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിലൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യം പരമാവധി വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് അത് കറക്റ്റായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം അത് രണ്ടും കൂടി എങ്ങനെയാണ് ജോയിൻ്റ് ആക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പ് ഒരു വീഡിയോസിൽ. അത് ഈ ഒരു ഡിസൈനല്ല, വേറൊരു ഡിസൈൻ. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ. എന്നതിന് ശേഷം ഞാൻ ചെയ്യുന്നത് അത് നല്ലോണം ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം എന്താ പറയുക, ഫില്ലായില്ലേ. എന്നിട്ട് ബാക്കി എക്സ്ട്രാ വന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് നമ്മുടെ ഇതുപോലത്തെ ജംറിങ് ഉണ്ടാവും. ആ ജംറിങ്ങിൻ്റെ ഉള്ളിലൂടെ ആ ഒരു ചങ്ങല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ചുറ്റിക്കൊടുത്തതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ജംറിങ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ചങ്ങലിട്ടതിന് ശേഷം. എന്നിട്ട് നമ്മളുടെ ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക ജംറിങ്. ഓക്കെ, എന്നിട്ട് താഴെ ഭാഗത്തായിട്ട് പിടിച്ചിട്ട് ഒരു സൈഡിലോട്ടായിട്ട് ചുറ്റി കൊടുക്കുക. വളരെ സിമ്പിളല്ലേ. ഏതൊരു വ്യക്തിക്കും കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസ് കൂടിയാണ് കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കി തുടങ്ങിയത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് അറിയില്ല, ഉണ്ടാക്കി തുടങ്ങിയത് വലുതായിരുന്നു. അത് കഴിച്ചിട്ട് പിന്നെ മോളെ കൊണ്ടാണ് ഇത് ബാക്കി ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതേ സെയിം മെത്തേഡിൽ അവൾക്ക് കാണിച്ചു കൊടുത്തു, അവളെ കൊണ്ട് ചെയ്യിച്ചു, അവളാണത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ലോക്കും കാര്യങ്ങളും മാത്രമാണ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ജസ്റ്റ് ഒന്ന് മക്കൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. ഇനി അവർ വെറുതെ ഇരുന്ന് കളിക്കുന്ന ടൈമുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു കളിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ അവരുടെ ഫോണിലാണല്ലേ, ഫോണിൽ യൂട്യൂബിൽ എന്താ പറയുക റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. പരമാവധി ഫോണിൽ ഗെയിം കളിച്ചിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതുപോലത്തെ വർക്കുകൾ നമ്മൾ അവരെ പഠിപ്പിക്കും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും വളരെ യൂസ്ഫുള്ളായിരിക്കും. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് ഇതുപോലെ ചെയ്യണം എന്നൊക്കെ തോന്നി, എന്താ പറയുക, അവരുടെ ടൈമുകൾ വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇതുപോലത്തെ വർക്കുകളിലോട്ട് അവരും ഇറങ്ങും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് മക്കളിലോട്ട് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് മക്കൾ അതുപോലെ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി നമ്മളുടേതായിട്ടുള്ള സമയങ്ങൾ ഇതുപോലത്തെ വർക്കുകൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ എന്താ പറയുക വീട്ടിലെ കാര്യങ്ങൾ അതുപോലെ പ്രയർ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയും കൂടി നമ്മൾ സമയം കണ്ടെത്തുക എന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയ മക്കളുള്ള ആളുകൾക്കും എല്ലാം ഇത് എല്ലാവർക്കും ഉൾക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വർക്കും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്താൽ, ഈ ലാസ്റ്റിൽ എന്തിനാണ് ഇത് കൊടുക്കണമെന്നുണ്ടാവില്ലേ, ഇത് വേണ്ട എന്ന് തോന്നുന്ന ആളുകൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഹാങ്ങിങ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ.
നമ്മുടെ ആ ഒരു ചങ്ങലയിലോട്ട് ഒരു ഹാങ്ങിങ് വേണ്ടത് വിചാരിച്ച് കൊടുത്തതാണ്. നല്ല ഭംഗി ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് കളയാം. ബാക്കി ഭാഗം മാത്രം മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു ഹോളിലൂടെ ആ ഒരു ഗിയർ വയർ ഇട്ട് കൊടുത്തിട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചങ്ങലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അത് ഇനി എന്താണെന്ന് ചോദിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ വർക്കിനും അതിൻ്റേതായിട്ടുള്ളൊരു ഫിനിഷിങ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ഇത് 40 രൂപക്ക് സെയിൽ ചെയ്യാൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാതെ ബൈ.